കാണുമ്പോൾ തോന്നി ഏതെങ്കിലും ഗുണ്ടകൾ ആ സൈഡിൽ നിന്ന് ആക്രമിക്കുകയൊക്കെ ചെയ്യുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഈ ഒരു സമയത്ത് വളരെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ആ ഒരു സമയത്തല്ല അവർ നിൽക്കുന്നത് ഒരു റെയിൽവേ കടന്നു പോകുന്ന വഴിയുടെ സൈഡിലാണ് കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം ഇന്നത്തെ എപ്പിസോഡിലുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറയുന്നത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. എനിക്കറിയാം ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത് നമ്മുടെ പത്മയ്ക്ക് എന്തു പറ്റി എന്നറിയാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയാം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഒരു പകുതിക്ക് ശേഷം പിന്നീട് കാട്ടിയ കുറച്ച് അധികം സീനുകൾ നമ്മുടെ പത്മയും അമ്പാടിയും തമ്മിലുള്ളതാണ് കേട്ടോ. എനിക്ക് അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷവും അതിനൊപ്പം തന്നെ ഒരുപാട് സങ്കടങ്ങളും തോന്നിയ സീനുകളായിരുന്നു. അണയാൻ പോകുന്ന തീ നാളി കത്തുന്നത് പോലൊരു ഫീലാണ് എനിക്ക് ആ സീനുകൾ കണ്ടപ്പോൾ തോന്നിയത്. ആദ്യമായിട്ട് നമ്മുടെ അമ്പാടിയും പത്മയും വളരെ റൊമാൻറ്റിക്കായിട്ട് വളരെ ഡീപ്പായിട്ട് അവർ തമ്മിലുള്ള ഒരു ഇഷ്ടത്തെ കാട്ടുന്ന കുറച്ച് സീനുകളായിരുന്നു. അപ്പോൾ അത് കാണുമ്പോൾ സന്തോഷവും അതിനൊപ്പം തന്നെ സങ്കടവും എനിക്ക് വന്നുപോയി. അങ്ങനത്തെ കുറച്ച് സീനുകളായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് പോകാം. ഇന്ന് കോടതി മുറ്റത്ത് വെച്ച് ഇന്നലെ നമ്മൾ എപ്പിസോഡ് തീരുന്നൊരു സീൻ എന്ന് പറയുന്നത് കോടതി മുറ്റത്ത് വെച്ച് രാഘവനുണ്ണിയും ശിവരാമൻ ചേട്ടൻ തമ്മിൽ ഏറ്റുമുട്ടുന്നു. അപ്പോൾ ഇതിനിടയിലേക്ക് നമ്മുടെ അഞ്ജലിക്കുട്ടി കടന്നു വരുന്ന സീനോട് കൂടിയിട്ടാണ് തീർന്നിട്ടുണ്ടായിരുന്നത്. എന്താണെങ്കിലും ഇന്നും കാട്ടുന്ന സീന് തുടക്കത്തിൽ അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ രാഘവനും നമ്മുടെ ശിവരാമൻ ചേട്ടൻ തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. ഇപ്പോൾ നമ്മുടെ അഞ്ജലി വന്ന് ഇടപെട്ടു. അഞ്ജലി, അതായത് നമ്മുടെ ശിവരാമൻ ചേട്ടൻ പറയുന്നത് വെറും സ്വപ്നമാണ്, താൻ കിടക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് താൻ്റെ വെറും സ്വപ്നമാണ്, അതായത് അഡ്വക്കേറ്റ് രാഘവനുണ്ണി തോറ്റുപോകും, തൻ്റെ പതനം ഇവിടെ തുടങ്ങും എന്ന് നമ്മുടെ ശിവരാമൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തൻ്റെ വെറും സ്വപ്നമാണോ, താനും വല്ല കിടക്കപ്പായിൽ നിന്നും എഴുന്നേറ്റ് വന്നതാണോ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന സീന്. അപ്പോൾ നമ്മുടെ അഞ്ജലി വന്ന് ഇടപെടുകയാണ്. അത് വെറും സ്വപ്നമല്ല, നടക്കാൻ പോകുന്ന കാര്യമാണ്. രാഘവനുണ്ണി ഞെട്ടും. ഇതിൽ ഈ അഞ്ജലിക്ക് എന്താണ് ഇതിനിടയിൽ കാര്യം? അപ്പോഴത്തേനും രാഘവനുണ്ണി ചോദിക്കും, അഡ്വക്കേറ്റ് അഞ്ജലിക്ക് ഞങ്ങൾക്കിടയിൽ എന്താണ് കാര്യം? ഇതുവരെ അറിയാത്ത ഒരു വലിയൊരു സത്യമുണ്ട് കേട്ടോ രാഘവനുണ്ണി. അത് ഇന്ന് അറിയാനായിട്ട് പോവുകയാണ്. ഒരിക്കലും രാഘവനുണ്ണിക്ക് അറിയില്ല അഡ്വക്കേറ്റ് അഞ്ജലി ശിവരാമൻ്റെ മകളാണ് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ശിവരാമൻ ചേട്ടൻ പറയും, കാര്യമുണ്ട്, കാരണം താൻ പ്രതീക്ഷിക്കാത്ത ഒരു ടെസ്റ്റ് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ വളരെ അത്ഭുതത്തോട് കൂടിയിട്ട് രാഘവനുണ്ണി നോക്കുന്നത് എന്താണ് ഇയാൾ ഈ പറയുന്ന കിടന്ന് പുലമ്പുന്നത്. ശിവരാമൻ പറയും, തൻ്റെ ഇന്ന് കാർത്തിക് പത്മ കേസിൽ തനിക്ക് ആദ്യത്തെ തിരിച്ചടി തുടങ്ങുകയാണ്. ഇന്നു മുതൽ തൻ്റെ ജീവിതത്തിൽ തൻ്റെ പതനം ആരംഭിക്കാൻ പോവുകയാണ്. അങ്ങനെയൊക്കെ പറയുമ്പോഴും താൻ എന്തൊക്കെയാണോ കിടന്ന് പറയുന്നത്? ശിവരാമൻ ചേട്ടൻ പറയാണ്, ഇത് അഡ്വക്കേറ്റ് അഞ്ജലിക്ക് ഇതിൽ എന്താ കാര്യം എന്ന് താൻ ആലോചിക്കുന്നുണ്ടാവും അല്ലേ? എന്നാലേ താൻ അറിയാത്ത ഒരു വലിയൊരു ട്വിസ്റ്റ് ഉണ്ടോ ഈ കഥയിൽ. ഈ അഡ്വക്കേറ്റ് അഞ്ജലിയെ ഈ ശിവരാമൻ്റെ മകളാണ്. അഡ്വക്കേറ്റ് ശിവരാമൻ്റെ മകൾ അഡ്വക്കേറ്റ് അഞ്ജലി ശിവരാമൻ. ഇത് കേൾക്കുമ്പോൾ വളരെ ഷോക്കഡായിപ്പോവും രാഘവനുണ്ണി കേട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് നടന്നത്. സ്വപ്നത്തിൽ പോലും അയാൾ പ്രതീക്ഷിച്ചിട്ടില്ല അഞ്ജലി ശിവരാമൻ്റെ മകളാണ് എന്നുള്ളൊരു കാര്യം കേട്ടോ. എന്താണെങ്കിലും പുള്ളി ആകെ ഷോക്കഡായി നിൽക്കുന്ന ഒരു സീനാണ്. പിന്നീട് നമ്മൾ കാണുന്ന സീന് നമ്മുടെ വീട്ടിലാണ്. അഞ്ജലിയുടെ വീട്ടിൽ പായസവും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയാണ്. കാരണം ഇന്ന് വളരെ അനുകൂലമായ ഒരു വിധി പത്മ കേസിൽ ഉണ്ടാകും എന്ന് അമ്മയ്ക്ക് അറിയാം. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിൽ പായസമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതുകൂടാതെ പാരി ഇതിനെപ്പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട്, അമ്മ എന്തായിരുന്നു പതിവില്ലാത്ത പായസമൊക്കെ വെച്ചിരിക്കുന്നത്? അപ്പോൾ ശ്യാമളാമ്മ പറയും, ഇന്ന് ശിവരാമൻ ചേട്ടൻ 15 വർഷത്തിന് ശേഷമാണ് കോടതിയിലേക്ക് പോയത്. അത് പോകുന്ന കണ്ടപ്പോൾ ഞാനത് കണ്ട് ഇവിടെ നിന്ന് കരഞ്ഞു പോയി മോളെ. എനിക്ക് വളരെ സന്തോഷം. അത് മാത്രമല്ല, ഇന്ന് വളരെ അനുകൂലമായൊരു വിധി എൻ്റെ മകൾക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും. അതിൻ്റെ സന്തോഷമാണ്. ഇപ്പോൾ പായസം ഉണ്ടാക്കിയില്ലേ പിന്നെ എപ്പോഴും ഉണ്ടാകാനാണ്. ആര്യപ്പോൾ പറയും, അമ്മ ഇന്ന് വിധിയൊന്നും വരത്തില്ല, ഇനിയും കുറച്ച് സമയമൊക്കെ എടുക്കും. ശ്യാമളാമ്മ പറയും, അതൊക്കെ എനിക്കറിയാടി, ഞാനേ ഒരു അഡ്വക്കേറ്റിൻ്റെ ഭാര്യ, ഇതൊക്കെ എനിക്ക് അറിയാതിരിക്കുമോടി. അങ്ങനെയൊക്കെ കാര്യങ്ങൾ അവിടെ നടക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ എന്താണെങ്കിലും പിന്നീട് കോടതിയിൽ സീനുകളൊക്കെയാണ് കാട്ടിയത്. കോടതിയിൽ ആദ്യം തന്നെ നമ്മുടെ അഞ്ജലി പ്രസൻറ്റ് ചെയ്ത് തുടങ്ങിയാണ് കേട്ടോ. അഞ്ജലി പറയുകയാണ്,
ഈ പത്മയെ വളരെ മോശക്കാരിയായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് പ്രതിഭാഗത്തിൻ്റെ ആളുകൾ ഓരോരോ കഥകൾ കെട്ടിച്ചമക്കുകയാണ്. ഇത് വളരെ മോശമായ കാര്യമാണ്. ഈ രീതിയിലൊക്കെ കാര്യങ്ങൾ പറയുകയാണ്. അപ്പോഴും അതിനെ എതിർത്ത് രാഘവനി വരും. അങ്ങനെ കാര്യങ്ങളൊക്കെ അവിടെ കോടതിയിൽ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വാദപ്രതിവാദങ്ങളൊക്കെ നടക്കുന്നു. അത് ഒരു കുറച്ച് നേരമേ കാട്ടിയുള്ളൂ. അതിനുശേഷം ആണ് നമുക്ക് പ്രധാനമായിട്ട് ആവശ്യമുള്ള സീനുകൾ. നമ്മുടെ പത്മയും അമ്പാടിയും ബൈക്കിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. തമിഴ്നാട്ടിൻ്റെ ഒരു സ്ഥലമാണ് കാണുന്നത്. അവരിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു ടെൻഷനുണ്ട്. ഗുണ്ടകൾ എപ്പോൾ വേണമെങ്കിലും അവിടെ വരാം, അവരെ ആക്രമിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ടെൻഷനൊക്കെ കാര്യമൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ അവർ ഇങ്ങനെ ഒരുമിച്ച് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഇങ്ങനെ വരികയാണ്. ഈ സമയത്ത് നമ്മുടെ പത്മ ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് ഉള്ളത് കേട്ടോ. ഫുള്ള് കവേർഡ് ആയിട്ടുള്ള ടൈപ്പ് ഡ്രസ്സായിട്ടിരിക്കുന്നത്. അമ്പാടി ബൈക്ക് ഓടിച്ച് വരുന്നു. കുറച്ച് ദൂരം എത്തുമ്പോഴത്തേനും ഇന്ന് അങ്കെന്ന് പറഞ്ഞ സംഭവമില്ല, ആ സംഭവം നിൽക്കുന്ന ഒരാളെ കാണും കേട്ടോ. അപ്പം അമ്പാടി പറയും, എന്തായാലും വെള്ളം കുടിച്ച് കളയാൻ പത്മ വാ ഇറങ്ങുന്നൊക്കെ പറഞ്ഞിട്ട്. അമ്പാടി പൊതുവെ അറിയാമല്ലോ, കുറച്ച് തമാശ സെറ്റപ്പിലും പുള്ളി കുറിച്ച് ആ ഒരു ഡയലോഗ് വിട്ടാലേ പൊതുവെ കാര്യങ്ങളൊക്കെ നല്ല രസമാണ്. പുള്ളിയുടെ ആ ഒരു നർമ്മം കണ്ടിരിക്കാനായിട്ട്, ആ ഒരു ശൈലി കണ്ടിരിക്കാൻ നല്ലൊരു രസമാണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ പറയും, പുറത്തേക്ക് ഇറങ്ങും. അങ്ങനെ അയാളോട് പറയും, അണ്ണ കൊഞ്ചം നങ്ക് കൊടുങ്ങേ, എവ്വളോ രൂപ കൊഞ്ചം നങ്ക് കൊടുങ്ങേ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഡയലോഗ് അടിച്ച് രണ്ടുപേരും മേടിച്ചൊക്കെ കുടിച്ച് അങ്ങനെ നിൽക്കും. അതിന് പൈസയൊക്കെ തിരിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് നിൽക്കുമ്പോൾ അമ്പാടി പറയും, പന്മേ നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതായത് ഗാന്ധിജി പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അതായത് സംഭവിച്ച് പോയത് നല്ലത്, സംഭവിക്കുന്നത് നല്ലത്, സംഭവിക്കാൻ പോകുന്നത് നല്ലത്. അങ്ങനെയാണല്ലോ നമ്മുടെ മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ളത്. ഇത് കേൾക്കുമ്പോൾ പത്മ ചിരിക്കും. അയ്യോ, അത് മഹാത്മാഗാന്ധി അല്ല പറഞ്ഞത്, അത് ഭഗവത്ഗീതയിലുള്ളതാണ്. അപ്പോൾ അമ്പാടി പറയും, അതെയോ, അങ്ങനെയാണോ? സാരമില്ല, ഗാന്ധിയാണെങ്കിലും അർജുൻ പറഞ്ഞതാണെങ്കിലും സംഭവം ഉള്ളതാണല്ലോ, അങ്ങനെയാണല്ലോ. അമ്പാടി ചേട്ടൻ എന്താ അങ്ങനെ പറയാനായിട്ട് കാരണമെന്ന് പത്മ ചോദിക്കും. അപ്പോൾ നമ്മുടെ അമ്പാടി പറയുകയാണ്, ഇന്ന് പത്മയെ വിളിക്കാനായിട്ടൊരു അവസരം എനിക്കുണ്ടായി. കാരണം രാജീവ് വന്നില്ല, അഞ്ജലി കോടതിയിലാണ്. അപ്പോൾ എനിക്ക് പത്മേനെ വരാൻ പറ്റി, കോടതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റി. ഇതൊക്കെ എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇതൊക്കെ സംഭവിച്ചുമല്ലോ. അപ്പോൾ എല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണ് സംഭവിച്ചു പോയതും നടക്കുന്നതും വരാൻ പോകുന്നതും എല്ലാ കാര്യവും സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. ഇത് മാത്രമല്ല പത്മ, എനിക്ക് നിന്നോട് വലിയൊരു സർപ്രൈസ് നിന്നെ കാട്ടാനുണ്ട്. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി പത്മ ചോദിക്കുമ്പോൾ, അതെന്ത് സംഭവമാണ് അമ്പാടി ചേട്ടാ? അപ്പോൾ അമ്പാടി ബൈക്കിൻ്റെ ബാഗിൽ നിന്നും ഒരു കവർ എടുത്തിട്ട് നമ്മുടെ പത്മയ്ക്ക് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു സീനുകളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ റൊമാൻറ്റിക്കായിട്ട് രീതിയിൽ നമ്മുടെ ഒരു മനസ്സിലേക്ക് നല്ല രീതിയിൽ ആഴത്തിൽ സ്പർശിക്കുന്ന രീതിയിലായിട്ട് എടുത്തിരിക്കുന്നത്. നല്ല രസമുണ്ട്. ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങും കാര്യങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ടാട്ടോ ഉള്ളത്. അപ്പം അപ്പോഴും നമ്മുടെ മനസ്സിൽ അപ്പോഴും ടെൻഷനാണ്, ഏതെങ്കിലും സൈഡിൽ നിന്ന് ഗുണ്ടകൾ വരുമോ എന്നൊക്കെ ടെൻഷൻ എനിക്ക് ആ എപ്പിസോഡ് കാണുമ്പോൾ തോന്നി. ഏതെങ്കിലും ഗുണ്ടകൾ ആ സൈഡിൽ നിന്ന് ആക്രമിക്കുകയൊക്കെ ചെയ്യുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഈ ഒരു സമയത്ത് വളരെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ആ ഒരു സമയത്തല്ല അവർ നിൽക്കുന്നത് ഒരു റെയിൽവേ കടന്നു പോകുന്ന വഴിയുടെ സൈഡിലാണ് കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം ഇന്നത്തെ എപ്പിസോഡിലുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറയുന്നത്. എന്താണെങ്കിലും നമ്മുടെ അമ്പാടി കവറിൽ നിന്നും എടുത്തിട്ട് കൊടുക്കുകയാണ് ഒരു സംഭവം. അതെടുത്ത് തുറന്നു നോക്കുമ്പോഴത്തേനും നമ്മുടെ പത്മ ആകെ ഞെട്ടിപ്പോയി. എന്താ സംഭവം എന്നറിയോ? അന്നൊരിക്കൽ പത്മയ്ക്ക് കുറച്ച് വളകളുമായിട്ട് നമ്മുടെ അമ്പാടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മേടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ പത്മ പറഞ്ഞത്, ചേട്ടാ എനിക്ക് ഈ പ്ലാസ്റ്റിക് വളകൾ ഇഷ്ടമല്ല, എനിക്ക് ഈ ചുവപ്പും കറുപ്പും നിറത്തിലുള്ള കുപ്പി വളകളാണ് ഇഷ്ടമെന്ന്. അപ്പോൾ നമ്മുടെ പത്മ അത് തുറന്നു നോക്കുമ്പോൾ കാണുന്നത് കുപ്പി വളകളാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പത്മയ്ക്ക് ഒരുപാട് സന്തോഷമാകും. കാരണം താൻ അന്ന് പറഞ്ഞ അങ്ങനെ ഒരു കാര്യം ഇത്രയും ഓർത്ത് വെച്ചിട്ട് അമ്പാടി ചേട്ടൻ ഇത് ചെയ്തല്ലോ എന്ന് ഓർക്കുമ്പോൾ വളരെ സന്തോഷം തോന്നും. അമ്പാടി ചോദിക്കും, ഇഷ്ടമായോ പത്മയ്ക്ക്? ഞാൻ പത്മയ്ക്ക് വേണ്ടി വാങ്ങിയതാണ്, അന്ന് പറഞ്ഞിരുന്നല്ലോ പ്ലാസ്റ്റിക് അല്ല കുപ്പി വളകളാണ് ഇഷ്ടം എന്ന്, അതുകൊണ്ട് ഞാൻ ഓർത്ത് വെച്ച് വാങ്ങിയതാന്ന് പറയും. അപ്പോൾ നമ്മുടെ പത്മ പറയും, ഒരുപാട് ഇഷ്ടമായി അമ്പാടി ചേട്ടാന്ന് പറയും കേട്ടോ. പക്ഷേ എനിക്കിത് ഇങ്ങനെ വേണ്ട, ഇങ്ങനെ പറഞ്ഞ് തിരിച്ചു കൊടുക്കുന്നതിന് അമ്പാടി ഞെട്ടിപ്പോവും. അതെന്താണ് പത്മയ്ക്ക് ഇത്രയും സന്തോഷത്തോടു കൂടി കൊടുത്തിട്ട് അത് വേണ്ടാത്തത് എന്ന് നമ്മുടെ അമ്പാടി ചിന്തിച്ചു. പക്ഷേ അതിന് തിരിച്ചൊരു മറുപടി നമ്മുടെ പത്മ പറയുന്ന കേൾക്കുമ്പോൾ സന്തോഷം കൊണ്ട് സത്യം പറഞ്ഞാൽ അമ്പാടിക്ക് എവിടെയോ എത്തിയതുപോലെ തോന്നും. കാരണം പത്മ പറയുന്നത്, എനിക്കിത് ഇങ്ങനെ തരണ്ട, എൻ്റെ കയ്യിൽ ചേട്ടൻ ഇട്ട് തന്നാൽ മതി ചേട്ടാന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ അമ്പാടിക്ക് സന്തോഷം സഹിക്കാൻ വയ്യ കേട്ടോ. അങ്ങനെ അമ്പാടി
നമ്മുടെ പത്മിയുടെ കൈകളിലേക്ക് ആ കുപ്പിവളകളൊക്കെ ഇട്ട് കൊടുക്കുന്ന ഒരു സീനുണ്ട്. നല്ല രസമാണ് ആ സീനുകൾ. എന്താണെങ്കിലും ഭയങ്കര സന്തോഷം തോന്നി. പക്ഷെ ആ ഒരു സമയത്ത് നമുക്ക് ചില ടെൻഷനും കാര്യങ്ങളൊക്കെ തോന്നും. കാരണം അവരിങ്ങനെ റോഡിൽ നിൽക്കുകയാണ്, ഏത് സമയത്തും ഗുണ്ടകൾ വന്നേക്കാം. ആ ഒരു സെറ്റപ്പാണ്. വളരെ വിജനമായ ഒരു ഏരിയ ആണ് കേട്ടോ. അവിടെ വെച്ച് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ പോലും ഒരു മനുഷ്യനെ അറിയാൻ പോകുന്നില്ല കേട്ടോ. എന്താണെങ്കിലും സമയം പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുപ്പികളെല്ലാം ഇട്ട് കഴിഞ്ഞ് എന്തായാലും വേഗം പോയേക്കാം, കോടതിയിൽ വേഗം എത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും ബൈക്കിൽ കയറിയിട്ട് നമ്മുടെ അമ്പാടിയും പത്മയും കൂടെ നൈസായിട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്ന ഒരു സീനിലാണ് അവരുടെ കാര്യങ്ങൾ കാണുന്നത് കേട്ടോ. ഏറ്റവും അവസാന ഭാഗത്ത് നമ്മൾ കാണുന്ന സീൻ എന്ന് പറയുന്നത് വീണ്ടും കോടതിയിൽ എത്തിയിരിക്കുകയാണ്. ഈ കാർത്തിക പത്മ കേസുമായി ബന്ധപ്പെട്ട വാദങ്ങൾ അഞ്ജലിയും രാഘവനുണ്ണിയും തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അഞ്ജലി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അതായത് പത്മേനെ അപകീർത്തിപ്പെടുത്താനായിട്ട് മോശമായ ഒരു കുട്ടിയാണെന്ന് വരുത്തി തീർത്തിട്ട് ശ്രമിക്കുകയാണ് പ്രതികൾ എന്ന് പറയുന്നു. അപ്പോൾ ഇതിനെ എതിർത്തു കൊണ്ടിട്ട് രാഘവനുണ്ണി എഴുന്നേൽക്കുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് രാഘവനുണ്ണിയുടെ വാദങ്ങളാണ്. അയാൾ പണ്ടത്തെ പോലെ തന്നെ എല്ലാവരും അടിച്ച് ഇരുത്തി കളയണത് പോലത്തെ പച്ചക്കള്ളങ്ങൾ അടിച്ചിറക്കുകയാണ്. അയാൾ പറയുകയാണ്, കോടതിയോട് പറയാണ്, എനിക്ക് ചില സംശയങ്ങളുണ്ട്, ബഹുമാനപ്പെട്ട കോടതിയോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്ക് തോന്നുന്നൊരു കാര്യം, ഈ കാർത്തിക പത്മ കേസിൽ മുരളി ഇപ്പോൾ മൊഴി വന്ന് കൊടുത്തു, മാപ്പ് സാക്ഷിയായി എന്നുള്ളത് സത്യം, അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഈ മുരളിയെ ഈ പത്മ നേരിട്ട് കണ്ടിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. മുരളിയായിട്ട് എത്ര നേരം ചെലവഴിച്ചു, അതുപോലെ എന്ത് വാഗ്ദാനം ചെയ്തു, അതിന് ഭീഷണിപ്പെടുത്തിയാണോ പണം കൊടുത്താണോ, ഇങ്ങനെ ചില സംശയങ്ങൾ എനിക്കുണ്ട് എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ തന്നെ അഞ്ജലിക്ക് ആകെ ദേഷ്യം വരികയാണ് കേട്ടോ. അഞ്ജലി ചാടി എഴുന്നേക്കും, അനാവശ്യം പറയരുത്, നിങ്ങൾ വീണ്ടും എൻ്റെ ആളെ, അതായത് പത്മേനെ വീണ്ടും അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്, അതിജീവിതയെ വീണ്ടും അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്, കോടതി ഇത് ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ സംഭവങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ CA ജാഫർ ആ സൈഡിലുണ്ട് കേട്ടോ. ഇപ്പോൾ CA ജാഫർ പെട്ടെന്നൊരു പോലീസുകാരൻ വന്നിട്ട് ഒരു തുണ്ട് പേപ്പർ കൊടുക്കും. അതിങ്ങനെ നോക്കിയിട്ട് ആകെ ഷോക്കഡായി പോകും കേട്ടോ നമ്മുടെ ഈ CA ജാഫർ. അപ്പം തന്നെ നമുക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി, എന്തോ അരുതാത്തത് സംഭവിച്ചു എന്ന്. എന്താണെങ്കിലും ഈ സംഭവം എല്ലാം നോക്കിയിട്ട് നമ്മുടെ ജാഫർ പെട്ടെന്ന് കോടതിയുടെ അടുത്തേക്ക് ജഡ്ജിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയും, ബഹുമാനപ്പെട്ട ജഡ്ജിനോടൊരു കാര്യം പറയാനുണ്ട്, നമ്മുടെ ഈ കാർത്തിക പത്മ കേസുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ന്യൂസ് വന്നിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ രാഘവനുണ്ണിയും അഞ്ജലിയെല്ലാം ഇങ്ങനെ എന്താണ് സംഭവം ഇങ്ങനെ നോക്കുന്ന സമയത്ത് പറയുകയാണ്, ഇങ്ങനെ തമിഴ്നാട്ടിലൊരു സ്ഥലത്തിൻ്റെ പേര് പറയും, ഇവിടെ ഒരു റെയിൽവേ ട്രാക്കിൽ ഒരു പെൺകുട്ടിയുടെ ശരീരം ചിന്നിച്ചിതറി കിടക്കുകയാണ്. അത് നമ്മളോട് ഇൻഫോം ചെയ്തിട്ടുള്ളത് അമ്പാടി എന്നൊരാളാണ്. അമ്പാടി പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഇത് കാർത്തിക് പത്മ കേസിലെ നമ്മുടെ ഇരയായിട്ടുള്ള പത്മയാണ്. ഇത് കേൾക്കുമ്പോഴത്തേനും രാഘവനുണ്ണി ഷോക്കഡായി പോകും, അവിടെ ഇരിക്കുന്ന എല്ലാവരും ഷോക്കഡായി പോകും. നമ്മുടെ നമ്മുടെ അഞ്ജലി ആണെങ്കിൽ ഭൂമി പിളർന്നില്ലാതായി പോയതുപോലെ ഇങ്ങനെ വാട്ട് എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക, ഷോക്കഡായിട്ട് അങ്ങനെ ഇരുന്ന് പോകും കേട്ടോ. ഇങ്ങനെ ഒരു സീനോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. എന്താ പറയുക, ഒരു പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പത്മ കൊല്ലപ്പെട്ടു എന്ന രീതിയിൽ തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാട്ടുന്നത് കേട്ടോ. എന്താണെങ്കിലും നല്ല കുറച്ചധികം സീനുകൾ ഉണ്ടായിരുന്നു നമ്മുടെ പത്മയും അമ്പാടിയും തമ്മിലുള്ളത്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അണയാൻ പോകുന്ന തീയെന്ന് ആളിക്കത്തുന്ന പോലത്തെ ഒരു ഫീലാണ് എനിക്കത് കണ്ടപ്പോൾ തോന്നിയത് കേട്ടോ. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളെല്ലാവരും കാത്തിരുന്ന് കാണുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം. ടേക്ക് കെയർ. ബൈ ബൈ.